തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനിക്കെതിരെ ഡിവൈഎഫ്ഐ രംഗത്ത് വന്നു. ചില പിതാക്കന്മാർ ഇപ്പോൾ RSSന് കുഴലൂത്ത് നടത്തുകയാണെന്ന് സംസ്ഥാന സെക്രട്ടറി VK സനോജ് ആരോപിച്ചു. കേക്കുമായി RSS ശാഖയിലേക്കും തിരിച്ച് അരമനയിലേക്കും പോകുന്നവർ പരസ്പരം പരവതാനി വിരിക്കുന്നെന്നും ഡിവൈഎഫ്ഐയുടെ വിമർശനം. ചില പിതാക്കന്മാർ ഇപ്പോ RSSന് കൊള്ളൂത്ത് നടത്തുകയാണ്. കേക്കുമായിട്ട് RSSന്റെ ശാഖയിലേക്ക് കടന്നു വരുന്ന ആളുകൾ, കേക്കുമായിട്ട് തിരിച്ച് അങ്ങോട്ട് പള്ളിയുടെ അരമനയിലേക്ക് കടന്നു പോകുന്ന ആളുകൾ പരസ്പരം പരവതാനി വിരിക്കുന്നു, പരസ്പരം ആശ്ലേഷിക്കുന്നു. ആരെയാ ഇവർ പൊട്ടന്മാരാക്കുന്നത്? അരുൺ പൂപ്പറമ്പ തത്സമയം ചേരുന്നു. അരുൺ, ഏത് സാഹചര്യത്തിലാണ് സനോജ് ഇത്തരമൊരു പ്രസംഗം നടത്തിയതും പരോക്ഷമായി പാമ്പ്ളാനി ആക്രമിച്ചതും? SKN ഡിവൈഎഫ്ഐയുടെ കൂത്തുപറമ്പിൽ ഒരു പരിപാടിയിൽ വെച്ചായിരുന്നു ഈ പ്രതികരണം ഉണ്ടായത്, ഈ പരാമർശം ഉണ്ടായത്. നേരത്തെ നമുക്കറിയാം, ഈ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീ അവർ ജയിൽ മോചിതരാകുന്ന ഘട്ടത്തിൽ ഈ പാമ്പ്ളാനി പിതാവിൻ്റെ പ്രതികരണം വലിയ തോതിൽ വിമർശനത്തിനിടയാക്കിയിരുന്നു. തലശ്ശേരി ബിഷപ്പ് അന്ന് പറഞ്ഞത് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര സർക്കാർ, അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് നന്ദി പറയുന്നു, അവരുടെ ജയിൽ മോചിതരായ ഘട്ടത്തിൽ അവർക്ക് നന്ദി പറയുന്നു എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയത്. ഇടതുപക്ഷ നേതാക്കൾ പാമ്പ്ളാനി പിതാവിനെ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇടത് സൈബർ ഇടങ്ങളിലൊക്കെ വലിയ വിമർശനം. ഇത്രത്തോളം അതിക്രമം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ RSSന്റെ ഭാഗത്തുണ്ടായിട്ട് ഇപ്പോഴും അവരോട് ഒരു മൃദു സമീപനവും അവർക്ക് നന്ദി പറയുന്ന സാഹചര്യം ആണുള്ളത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉയർന്നതാണ്. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയുടെ വിമർശനം ഉണ്ടായിട്ടുള്ളത്. തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനിക്ക് നിയോ മുള്ളറുടെ അവസ്ഥയുണ്ടാകും എന്നതാണ്. ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ അതിക്രമങ്ങൾ, അത്തരത്തിലുള്ള ഫാസിസ്റ്റ് അതിക്രമങ്ങളെ ജയിലിൽ അടക്കുന്നത് വരെ, നിയോ മുള്ളറെ ജയിലിൽ അടക്കുന്നത് വരെ പുകഴ്ത്തിപ്പറഞ്ഞ ആളാണ്. പിന്നീട് ജയിലിൽ അടച്ചപ്പോൾ അതിനെ തിരുത്തി പറഞ്ഞു. ആ അവസ്ഥ പാമ്പ്ളാനി പിതാവിനും ഉണ്ടാകും എന്ന തരത്തിൽ നേരിട്ടുള്ള വിമർശനമുണ്ടായി. അതോടൊപ്പം തന്നെ ചില പിതാക്കന്മാർ ഇപ്പോൾ RSSന് കുഴലൂതുകയാണ്. ശാഖയിലേക്ക് അങ്ങോട്ട് കേക്കുമായി പോകുന്നു, തിരിച്ച് അരമനയിലേക്ക് RSSുകാർ കേക്കുമായി വരുന്നു, ഇവർ പരസ്പരം പരവതാനി പിരിക്കുന്നു എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങൾ സമീപകാല നിലവിലുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഉയർന്ന വിമർശനങ്ങൾ. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ഈ പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു അരുൺ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.